നമ്മൾ റമദാൻ മാസം വന്നാൽ 30, 40, 50 വട്ടമൊക്കെ ഹത്തം തീർക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. ഈ ആൾക്കാരോട് പറയാണ് സൂറത്തുൻ നൂഹ് ഇവർ കണ്ടിട്ടില്ല, സൂറത്തുൻ നൂഹ് ഇവർ ഓതിയിട്ടില്ല, സൂറത്തുൻ നൂഹ് ഇവർ പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ റമദാനിലെ 30 വട്ടവും 40 വട്ടവും 50 വട്ടവും ഖുർആൻ ഖത്തം തീർക്കുന്നവരാ ഇവിടെ ഇരിക്കണേ. എന്ത് ജാതി തട്ടല്! 114 അധ്യായം 50 തവണ റമദാനിൽ ഓതി തീർക്കുന്നവരാ മുന്നിലിരിക്കുന്നത്. എടോ, ഓതൽ എന്നെ നിർബന്ധ സൂറത്ത് ഫാത്തിഹ എന്ന് പഠിപ്പിച്ചവരാ ഇ.കെ. അസമുസിലാര്. എന്നിട്ടാ പറയണേ ഇത് ഓതി തീർക്കൂന്ന്. ഇതിനേക്കാൾ നല്ലത് ഭൂസീരി വായിക്കലെന്ന് പറഞ്ഞാൽ ഞങ്ങള് നല്ല കാലം ഏത്? ഈ ഉത്തമ സമുദായത്തിന്റെ നല്ല കാലം, ബുർദ വായിക്കുന്ന കാലം, മങ്കൂസിന്റെ കാലം എന്നാ പറഞ്ഞത്. ഖുർആൻ പഠിക്കുന്ന നിങ്ങൾക്ക് എന്നിട്ടാ പറയുന്നത് എന്ത് ജാതി തള്ള! വല്ലാത്തൊരു തള്ളൽ തന്നെ, വല്ലാത്തൊരു തള്ളല്. എന്താ 50 വട്ടൊക്കെ ചങ്ങാതി ഒരു വട്ട അർത്ഥസഹിതം പഠിച്ച നാട് നന്നാവൂലേ? അതിന് നിങ്ങൾ സമ്മതിക്കൂല. അതാ നേരത്തെ അൻസാർ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? ദാ ഞങ്ങൾ സുന്നികളിറക്കിയ പരിഭാഷ ഇതൊന്ന് വായിക്കാൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഞാനേ ഒരു സ്ഥലത്ത് പോയി വെല്ലുവിളിച്ചു. APL ഇറക്കിയ പരിഭാഷ വായിച്ചാൽ മുജാഹിദാവുന്നത്. അതായിരുന്നു എൻ്റെ വെല്ലുവിളി. മുജാഹിദുകളുടെ പരിഭാഷ വായിക്കണ്ട, നിങ്ങളെ പരിഭാഷ വായിച്ചാൽ മുജാഹിദാവും. അങ്ങനെ മുജാഹിദായ 15 പേര് എനിക്കറിയാം. 15 പേരെ സൗദി അറേബ്യയിലും കുവൈത്തിലും പല രാജ്യങ്ങളിലും ഈ കാസർഗോഡിന് എനിക്കറിയാം. സമസ്തയുടെ പരിഭാഷ വായിച്ചിട്ട് മുജാഹിദായ അറിയോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങളത് സമ്മതിക്കില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം.